ഹലോ നമ്മൾ കുറേ ആയില്ലേ കണ്ടിട്ട്. വേറൊന്നുമല്ല, മടി തന്നെയാണ്. കാരണം മടിയായിരുന്നു, നല്ലപോലെ മടിയായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മടി. വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാതിരുന്നത്. പിന്നെ നമുക്ക് വേറൊരു വിഷയം എന്ന് വെച്ചാൽ എൻ്റെ ട്രൈപോഡും ചീത്തയായി. നമ്മുടെ അൻവി അതെടുത്ത് നിലത്തിട്ടിട്ട് നമ്മുടെ ഫോൺ വെക്കുന്ന ഹോൾഡർ അങ്ങ് പൊട്ടിപ്പോയി. അപ്പോൾ പിന്നെ പുതിയൊന്ന് വാങ്ങണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു. എന്തായാലും പുതിയൊന്ന് ഇപ്പോൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ട്രൈപോഡ് വാങ്ങിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ജീരകമായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പവും കൂടെ എടുത്ത് ചുടുന്നുണ്ട് കേട്ടോ. ഇന്നലെ തന്നെ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പും നമ്മുടെ സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അപ്പം ചൂടാണ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാം എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലപോലെ ഇരിക്കുകയാണ്. അപ്പോൾ അൻവീനെ അംഗൻവാടി വിട്ടു തുടങ്ങി കേട്ടോ. അപ്പം കുറച്ചേ ആയിട്ടുള്ളൂ. അതിൻ്റെ വ്ലോഗ് ഞാൻ ചെയ്യാം, അംഗൻവാടി വിട്ടേണ്ടത്. ഇനി അങ്ങോട്ട് നമ്മുടെ വ്ലോഗ്സിൽ അംഗൻവാടിയിൽ പോണ വീഡിയോയും അവിടുത്തെ വിശേഷങ്ങളും നമ്മുടെ അൻവിയുടെ പഠിത്തമൊക്കെ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ചേച്ചി, ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻ്റ് ആയിരുന്നു. അവൾക്ക് കുഞ്ഞ് ജനിച്ചു, പെൺകുഞ്ഞാണ്. നമ്മുടെ പ്രിൻസസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ എടുത്ത ചെറിയ ചെറിയ വ്ലോഗ്സ് തന്നെ കിടപ്പുണ്ട്, വീഡിയോസ് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ വ്ലോഗായിട്ട് എല്ലാം കൂടെ കൂട്ടി ചേർത്തിട്ട് ഇടാം കേട്ടോ. അങ്ങനെ ഞാൻ അപ്പം ചുടുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ക്യാബേജ് അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാബേജ് മെഴുക്ക് വരട്ടിക്ക് വേണ്ടിയിട്ട് അതും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് സിമ്പിളായിട്ടാണ് കേട്ടോ മെഴുക്ക് വരട്ടി വെക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ഇപ്പോൾ ചായ കുടിക്കാറില്ല. ഒരു ഗ്ലാസ് പാലാണ് ഞാനിപ്പം കുറച്ച് നാളായിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ശീലിക്കുന്നത്, ചായ കുടിക്കാറില്ല. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസ് പാല് ചൂടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് ചായ ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ മിൽമയുടെ പാലാണ് യൂസ് ചെയ്യുന്നത്, സൊസൈറ്റി പോകാറില്ല. മിൽമയുടെ പാൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തേയിലയും കൂടി ഇട്ടിട്ട് ഞാൻ പിന്നെ അവിടെ ഇരുന്നിട്ട് പാൽ കുടിക്കുകയാണ് കേട്ടോ. അപ്പം അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അമ്മ വന്ന് അടുക്കള ഇരിപ്പുണ്ട്. അപ്പം നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഞാൻ പാലും കുടിക്കുന്നുണ്ട്, ചായ ഇടായിരുന്നു കേട്ടോ. അപ്പം അൻവി ഉറക്കം എണീറ്റില്ല, അൻവി ഉറങ്ങുകയാണ്. ഇപ്പം അംഗൻവാടി പോകുന്നുണ്ട്, പുള്ളിക്ക് കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ഇച്ചിരി ലേറ്റാവും എഴുന്നേക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ തന്നെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം പാവമാണ് കേട്ടോ. ആദ്യത്തൊക്കെ നല്ല കരച്ചിലായിരുന്നു. അപ്പം ഞാൻ വ്ലോഗുണ്ട്, ഞാൻ എന്തായാലും ഇടാം കേട്ടോ. അപ്പം ഞാൻ ചായ ആറ്റി കൊടുക്കുകയാണ്. അപ്പം നമുക്കിനി അപ്പത്തിന് വേണ്ടിയിട്ട് ചമ്മന്തിയും കൂടെ അരയ്ക്കണം. അപ്പോഴത്തെ രാവിലത്തെ ആ ഒരു ഇതങ്ങ് കഴിയും. കാരണം അൻവിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമല്ലോ, കൊടുത്തിട്ടാണ് വിടുന്നത്. അപ്പം കുറച്ച് രാവിലെ കൊടുക്കും ഞാൻ. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഫുഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് കഴിക്കാനായിട്ട് വേണ്ടിയിട്ട് ഞാൻ രാവിലെ കുറച്ച് ഫുഡ് കൊടുക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട്. അതിനകത്തോട്ട് ഇനി കുറച്ച് തേങ്ങയും കൂടി ഇട്ടാൽ മതി. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ചമ്മന്തിയും കൂടെ അരയ്ക്കുകയാണ് കേട്ടോ. ചമ്മന്തിയും കൂടെ അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാവിലത്തെ പണി ഒരുവിധം സെറ്റാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ളത്, ഇത് ഉച്ചക്കത്തേക്കാണ് മെഴുക്ക് വരട്ടി വെച്ചത്. എന്തെങ്കിലും കറിയും കൂടെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുട്ടി വ്ലോഗായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.